something like universal today. Food and beverages. Food and beverages വേറെ. ആ beverages തന്നെ ചോറിലൂടെ ആഹാരത്തിലൂടെ കഴിക്കാൻ ഇത് തന്നെ വേണമെന്നില്ല. അഥവാ ഇത് വേണം. ഭക്ഷണ പദാർത്ഥമല്ല ഒരു നിരുപദ്രവകാരിയായ കാര്യമാണ്. ചില കാര്യങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും മഹാപുരുഷരായി നമ്മളെല്ലാവരും കുഞ്ഞായിട്ടാണ് വളരാറ്. ഒരു സ്ത്രീകൾ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നോവൽ അറിയാമോ? പുരുഷന്മാർ ഒരു പരിസ്ഥിതി വരാൻ അന്തിലെ രണ്ട് സ്ത്രീകളിൽ പറഞ്ഞു കേട്ടാ നമ്മുടെ സ്ത്രീ പെൺകുട്ടികൾ വരട്ടെ. പെൺകുട്ടികൾ അറോളെ ഹെൽത്ത് ക്ലാസ് എടുക്കാൻ പോകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കാൻ പെൺകുട്ടികൾ പ്രത്യേകിച്ച് അമ്മമാരും മക്കൾക്ക് അച്ഛന്മാരും മക്കൾക്ക് വളരെയേറെ സാധനമാണ്. പെൺകുട്ടികളുടെ അടുത്ത് ആൺകുട്ടികൾ ഒരു പരിധി കൂടുതൽ അടുത്ത് വന്ന് നിൽക്കാൻ സമ്മതിക്കുക. അടുത്ത് വന്ന് ആദ്യം ഒന്ന് സംസാരിച്ചാൽ നമ്മളിത് അറിയാതെ അടുത്തൊന്ന് ആദ്യം ചേർത്ത് സംസാരിക്കുന്നത് പോലും അതുപോലെ അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഉടനെ നമുക്കൊന്ന് ചായ കുടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്കൊരു ജ്യൂസ് കുടിക്കാൻ പാടില്ല എന്നൊക്കെ കൂട്ടുകാരെ നമ്മളെ ചെയ്യും. അപ്പം നോ എന്ന് പറയാൻ നമുക്ക് തോന്നുന്നു. അവർ വിളിച്ചതുകൊണ്ട് നോ എന്ന് പറയാൻ എങ്ങനെ ഞാൻ അവരോട് നോ എന്ന് പറയാം. ഈ അച്ഛൻ ആരാ ആ മറ്റേ അവർ വിളിച്ചതുകൊണ്ട് ഞാൻ പോയി മദ്യപിച്ചു. ഈ അവൻ ആരാ? നിങ്ങൾ രാത്രി കിടക്കാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചു. പൊതുവെ മലയാളത്തിൽ വെച്ചിട്ടുണ്ട് അവനവന്റെ കയ്യില് ഇരിക്കുള്ളൂ. രാത്രി കിടക്കാൻ പോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ സഹായത്തെ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളെ കുറിച്ച് എന്തെങ്കിലും പ്രയാസം പ്രവർത്തകർ മാത്രം ഈ യോഗത്തിന്റെ അധ്യക്ഷത നിർവഹിക്കുന്ന ആരാധ്യനായ തിരുവനന്തപുരം നഗരസഭ മേയർ ശ്രീമതി കെ ചന്ദ്രിക,
ശ്രീ ഡോക്ടർ ശ്രീ പ്രശാന്ത് ആറമോ റീജിയണൽ ക്യാൻസർ സെന്റർ, പ്രൊഫസർ ചിന്നമ്മ കരുണാസായി പ്രവർത്തകരെ, ശ്രീമതി കെ ചന്ദ്രവിക്കാണ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എക്സൈസ് വകുപ്പിന്റെ വിവിധ പരിപാടികൾക്ക് ഒട്ടും പോലെ മുടങ്ങാതെ എത്ര സമയം ഇല്ലെങ്കിലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പരിപാടികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളുടെ ചടങ്ങുകളിലെ ശിഷ്ടാന്തിലൂടെ സംബന്ധിക്കുന്ന ആരാധനയുടെ പേരിൽ മാറ്റാത്ത സ്വാഗതം ആശംസിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വളരെ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ അവസരത്തിൽ വളരെയധികം തരത്തിലായിട്ട് ഞാൻ കഴിഞ്ഞ നേരെ തന്നെ ഇവിടെ ഈ ചടങ്ങ് ധന്യമാക്കുന്നതിലൂടെ എത്തിയ ബഹുമാനപ്പെട്ട ആദരണീയനായ സംസ്ഥാന ഞങ്ങളുടെ ക്ഷണം വളരെ പെട്ടെന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികൾ, വിവിധ കലാലയങ്ങളിലൂടെ എക്സൈസ് കമ്മീഷണർ ശ്രീവേദിയിലെത്തിക്കുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയതയായ അഭിനേത്രി ഭാരമായി ആചരിക്കുക. സാധാരണഗതിയിൽ ഗാന്ധിജയന്തി എന്ന് പറയുന്നത് ശുചിത്വത്തിന്റെ ഭാരമായിട്ടാണ് എല്ലാവരും ആഘോഷിക്കുന്നത്. അതിന് വിരുദ്ധമായി തീർച്ചയായിട്ടും എക്സൈസ് വകുപ്പ് തന്നെ ഒരു ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രജാശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരായി അതിശക്തമായ ഒരു ബോധവൽക്കരണ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ സംശയമില്ല. ഏറ്റവും കൂടുതൽ രോഗികൾ മദ്യപാനത്തിന്റെയും പുകവലിയുടെയും ഒക്കെ അടിമകളായി ക്യാൻസർ ബാധിച്ചെത്തുന്ന രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ജീവിതശൈലി രോഗങ്ങൾ ഇത് തന്നെയാണ് നമ്മൾ അവർ പറയുന്നത്. അതിലൊക്കെ വിരാമം കൊണ്ടുവന്നത് തീർച്ചയായിട്ടും വളരെ വലുതായ ഒരു ബോധവൽക്കരണം നമ്മുടെ കുട്ടികളുടെ സ്കൂൾ തലങ്ങളിൽ മുതൽ ഇങ്ങനെയുള്ള ബോധവൽക്കരണം തീർച്ചയായിട്ടും നടത്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ അയ്യമ്മയ്ക്ക് ഈ കാര്യത്തിൽ വലിയ പങ്കു വയ്ക്കാനുണ്ട്. കാരണം ഇത്തരത്തിൽ രോഗം ബാധിച്ചവരുടെ ലിപ്പിഡ്സ് കുഞ്ഞുങ്ങളുടെ സ്കൂളുകളിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാനും ഇതുപോലെ മദ്യം മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അവരെ മനസ്സിലാക്കാനും ശ്രീമതി ചന്ദ്രിക തൃശ്ശൂരിലോ മാത്രം അനവധി കാലം നാം കണ്ട് പരിചയില്ല. നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരം ശ്രീമതി ഷീല, എക്സൈസ് കമ്മീഷണർ ശ്രീ അനിലെക്സ് IAS, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പാളയൻ രാജൻ, ഇന്ന് ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തകനുള്ള അവാർഡ് നേടിയ പ്രൊഫസർ OJ ചിന്നമ്മ, ഏറ്റവും നല്ല ഡി അഡിക്ഷൻ
ചെലവിനുള്ള അവാർഡ് നേടിയ ശ്രീ സുരേഷ് കരുണാസായി അഡ്മിഷൻ സെന്ററിന്റെ ചെയർമാൻ ശ്രീ മദ്യൻ, എക്സൈസ് വകുപ്പിൽ ബോധവൽക്കരണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ ചെട്ടിയാർ ഉൾപ്പെടെയുള്ള എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരെ, വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാത്മജിയുടെ 143ാമത് ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മഹാത്മജിയുടെ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദ്യമായി പ്രണാമം അർപ്പിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. എക്സൈസ് വകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ രൂപത്തിലുള്ള എല്ലാ പരിപാടികളിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനു മുൻപ് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഈ പരിപാടി പങ്കെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതെല്ലാവരും മന്ത്രിസഭയിൽ പങ്കെടുക്കാൻ സെക്രട്ടേറിയറ്റ് വന്നത് മറ്റു പരിപാടികൾക്ക് ഒന്നും പോകാനുള്ള ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഈ ചടങ്ങിന് അല്പം മാറ്റം കുറച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ദുഃഖത്തോടുകൂടി ഞാൻ അനുസ്മരിക്കുകയാണ്. എന്നാൽ അപ്രതീക്ഷിതമായി നമുക്കൊരു അതിഥിയെ വീട് കിട്ടി എന്നുള്ളതിൽ എക്സൈസ് വകുപ്പിന് വളരെയേറെ സന്തോഷമുണ്ട്. ശ്രീമതി ഷീല ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പഴയ തലമുറയിൽ എല്ലാവർക്കും സുപരിചിതയാണ് എന്നതോടൊപ്പം തന്നെ ഇടക്കാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രക്ഷിതാക്കളിൽ കൂടി ഇത് നടത്തിക്കൊണ്ടുവരണം എന്നാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ധാരാളം ചർച്ചകൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നതാണ്. ഏതായാലും ഇനി കേരളത്തിൽ ഒരു മദ്യശാല എങ്കിൽ ആരംഭിക്കണമെങ്കിൽ പഞ്ചായത്തുകളുടെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷന്റെ അനുവാദം വേണം എന്നതുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ ആ നിയമസഭയില്ലാത്ത ഓർഡിനൻസ് കൊണ്ടുവരും എന്നുകൂടി സമർപ്പിച്ചിരിക്കുന്നു. അതുപോലെ ഡി അഡിക്ഷൻ ഇന്നിവിടെ ഒരു അവാർഡ് കൊടുക്കുന്നത് ഏറ്റവും നല്ല ഡി അഡിക്ഷൻ സെന്ററിനാണ്. ഈ ഡി അഡിക്ഷൻ സെന്റർ കരുണാസായി എന്ന ഡി അഡിക്ഷൻ സെന്റർ വെള്ളനാട് പ്രവർത്തിക്കുന്നത്. അവരുടെ 12 വർഷമായി പ്രവർത്തിക്കുക. അതുപോലെ കേരളത്തിൽ ധാരാളം പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് കാര്യമായ സഹായം ലഭിക്കുന്നില്ല ഗവൺമെന്റ്. അതുകൊണ്ട് ഡി അഡിക്ഷൻ സെന്ററുകൾക്ക് സാമ്പത്തിക സഹായം നൽകണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. തത്വത്തിനായി തീരുമാനിച്ചു. അടുത്ത ബിവറേജ് കോർപ്പറേഷൻ ബോഡി യോഗത്തിൽ ആ തീരുമാനം എടുക്കും. ചെയർമാൻ എക്സൈസ് കമ്മീഷൻ തന്നെയാണ്. ബിവറേജ് കോർപ്പറേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി ഡി അഡിക്ഷൻ സെന്ററുകൾക്ക് ഒരു പാവങ്ങൾ കഴിയുവാനുള്ള പരിശ്രമമായി കണക്കാക്കാം. ചെറിയ പരിശ്രമം. ആ ഡി അഡിക്ഷൻ സെന്ററുകൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ തീരുമാനമെടുക്കാൻ പോകുക. അടുത്ത യോഗത്തിൽ മാസം വരുന്ന ബോഡി യോഗത്തിൽ ആ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കും. അതുപോലെ തന്നെ ഇപ്പം അടുത്ത നവംബർ 1 മുതൽ സൗജന്യമായി സംസ്ഥാനത്ത് പീഡിയാട്രിക് മെഡിസിൻ സൗജന്യമായി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിക്ക് പണം നൽകുന്നത് ബിവറേജ് കോർപ്പറേഷനാണ്. 1% സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് അടുത്ത നവംബർ 1 മുതൽ ആരംഭിക്കുന്ന പ്രായമായ ആളുകൾക്ക് മുഴുവൻ സൗജന്യമായി സർക്കാർ ആശുപത്രികൾ വഴി മരുന്ന് വിതരണം ചെയ്യുന്ന ആവശ്യത്തിനുള്ള പണം കണ്ടെത്തുന്നത് ബിവറേജ് കോർപ്പറേഷനാണ്. അതുകൊണ്ട് എക്സൈസ് വകുപ്പിന് കല്ലറിയാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷെ എല്ലാവരും എക്സൈസ് വകുപ്പ് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ പറയാനുള്ള കാര്യം ആവർത്തിക്കുകയാണ്. ഓരോ കുടിൽ കിട്ടിലും പിന്നാമയുടെ മുറിവുവട്ടം ചെറിയ പ്രകാശം ഉണ്ടാകും. ഞങ്ങൾ അതിനുള്ള ശ്രമം നടത്തുന്നത് കാലാകാലങ്ങളായി എക്സൈസ് വകുപ്പ് തുടർന്നു വന്ന നിലപാടിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു നിലപാട് ഞങ്ങൾ the most outstanding ladies worker in Calicut award 97 കേരള സർക്കാർ നാഷണൽ സർവീസ് സ്കീമിലെ ബെസ്റ്റ് NSS പ്രോഗ്രാം ഓഫീസർ അവാർഡും നേടിയിട്ടുള്ള ഈ മഹതി മദ്യത്തിനും മയക്കുമരുന്നിനെതിരെയുള്ള തന്റെ പോരാട്ടം തുടരുകയാണ്.
ഈ നിസ്തുലമായ സേവനങ്ങൾ പരിഹരിച്ചാണ് സംസ്ഥാന സർക്കാർ അവർക്ക് മികച്ച സാമൂഹിക പ്രവർത്തനത്തിനുള്ള 10,000 രൂപയുടെ ക്യാഷ് അവാർഡും പ്രശസ്താപത്രവും നൽകി ആദരിക്കുന്നത്. മെന്റൽ ഹെൽത്ത് സെന്റർ വെള്ളനാടാണ്. തിരുവനന്തപുരം ജില്ലയിലുള്ള ഈ സന്നദ്ധ സംഘടന കഴിഞ്ഞ 17 വർഷക്കാലമായി ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ലഹരി വിരുദ്ധ ചികിത്സയും റിലാക്സ് പ്രിവെൻഷൻ കൗൺസിലിംഗ് എന്നിവയും വളരെ സുദീർഘമായ രീതിയിൽ ഈ സംഘടന നടത്തിവരുന്നു. 35ഓളം സംഘടനകൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും മെച്ചപ്പെട്ടത് എന്ന് കണ്ടെത്തിയാണ് ഈ സംഘടനയ്ക്ക് അവാർഡ് നൽകുന്നത്. ആദിവാസി മേഖലകളിലും സ്കൂൾ കോളേജ് തലങ്ങളിലും കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ് എന്നിവയും ഒക്കെ ഈ സംഘടനയുടെ പ്രവർത്തന മേഖലകളിൽ പെടുന്നു. ലഹരി വിരുദ്ധ എക്സിബിഷനുകൾ, വാർഷിക സമിതികളും ബോർഡ് ഗ്രൂപ്പുകൾ രൂപീകരിക്കൽ, ലഹരി വിരുദ്ധ ചികിത്സ എന്നിവയും ഈ സംഘടന നടത്തി വരുന്നു. തെരുവോരങ്ങളിലും ഈ സന്നദ്ധ സംഘടന തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ചികിത്സയ്ക്ക് ശേഷം വീണ്ടും മദ്യത്തിലേക്ക് തിരിച്ചു പോകാതെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾക്കും കരുണാസായി മാതൃകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നാഷണൽ സർവീസ് സ്കീം, സ്റ്റുഡന്റ് പോലീസ് കേഡ്, മാജിക് അക്കാദമി, എക്സൈസ് വകുപ്പ് എന്നിവയുമായി സഹകരിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ഈ സംഘടനയുടെ മദ്യ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ മികവിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ 25,000 രൂപ ക്യാഷ് അവാർഡും പ്രശംസാപത്രവും നൽകുന്നത്. എത്രയും ബഹുമാനപ്പെട്ട മന്ത്രി കെ ബാബുവർക്കും മറ്റും സദസ്സിലേക്കും എല്ലാവർക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാം നേരിട്ട് കാണാൻ സാധിച്ചത് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്നെ ഇവിടെ വിളിച്ചതിനും എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ ഒരു സന്ദർഭം നൽകിയ ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ നന്ദി പറയുന്നു. ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് കൊച്ചു കുട്ടികളുടെ സ്കൂൾ പോകുന്ന വൈകുന്നേരങ്ങളുടെ മദ്യപാനത്തെ കുറിച്ചാണ്. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ആ അനുഭവം തന്നെയായിരുന്നു എനിക്കറിയാം. അങ്ങനെ മദ്യം മേടിക്കുമ്പോൾ ആ ക്യൂവിൽ നിൽക്കുന്നവർ ആരെങ്കിലും പറയില്ലേ, കുട്ടി കഴിഞ്ഞ പ്രായം വന്നിട്ടില്ല, ഇവിടെ നിൽക്കരുത്, പോയിട്ടൊന്നും പറയില്ലേ? നിങ്ങൾ അടുത്ത് വീട്ടുകാരാകില്ലേ, അല്ലെങ്കിൽ കടക്കാരെങ്കിലും പറയില്ലേ? അതിനുള്ള സന്മനസ് പോലും അവർ കാണിച്ചിട്ടില്ല. ഈ കുട്ടികൾക്ക് മദ്യപിക്കാനുള്ള സന്മനസ് പോലും അവർ കാണിച്ചിട്ടില്ല. ഇത് ഞാൻ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ ഗവൺമെന്റ് എല്ലാ സ്ഥലത്തും വന്ന് ഇതിനൊക്കെ നിയന്ത്രിക്കാൻ പറ്റില്ല. അധ്യക്ഷൻ ശ്രീ പി ഗോപിനാഥൻ നായർ അവരുടെ ക്ഷണിക്കുന്നു. എത്ര കണ്ട് അവരുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുമോ അങ്ങനെ പ്രവർത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. പക്ഷെ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിന് ഗാന്ധിജി നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയാൽ കുറേയൊക്കെ നമുക്ക് വിജയിച്ച് മുമ്പോട്ട് വരാമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ അധികാര കൈമാറ്റത്തിന് മാത്രം ഞാൻ മാനിച്ചിട്ടില്ല. അത് ആവശ്യമാണോ നടക്കട്ടെ. നമുക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജനങ്ങളെ ഉണർത്തിക്കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അത് ഞാൻ ഇനിയും ചെയ്യുമെന്ന് പറഞ്ഞ് 4 മാസം കഴിഞ്ഞ് വെടികൊണ്ട് കഴിയും. ആ വെടികൊണ്ട് മരിച്ചതിന് ശേഷം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ, അദ്ദേഹത്തിൻ്റെ മാത്രമല്ല അനവധി കാര്യങ്ങൾ. അതിലൊരു കാര്യം വ്യക്തമായി അദ്ദേഹം പറഞ്ഞത്, ഈ രാജ്യത്തിനുള്ള ഒരു അഭിപ്രായം കൊണ്ടെടുത്ത് നടത്തിയാൽ ഇവിടെ നമുക്ക് നല്ലൊരു മുഖ്യമന്ത്രിയുണ്ട്. ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഈ മന്ത്രിമാരെല്ലാവരും പ്രവർത്തിക്കും. അവരുടെ ആത്മാർത്ഥയെ നമ്മൾ ചോദ്യം ചെയ്യുകയല്ല. ജനങ്ങളുടെ ഇടയിൽ മാറ്റം വരുത്തുന്നതിന് സർക്കാരിന് സാധ്യമല്ല. ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യാം എന്നുള്ളതിൽ കവിഞ്ഞെ പ്രയോജനപ്പെടുത്തി ഈ നാട്ടിൽ ഒരു മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഞാനീ പറയുന്നത്. ഏതായാലും ഈ മന്ത്രിസഭ അവരെ ആവുന്ന മാതിരി
കൊടുക്കരുത്, വാങ്ങി വിളമ്പരുത് എന്നൊക്കെ നിർദ്ദേശമുണ്ടെങ്കിൽ പോലും അതെല്ലാം കാരണം പറഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികൾ വാങ്ങുന്നത് ഇന്നലെ മീഡിയയിൽ കണ്ടത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സഹപാഠിയെ മദ്യത്തിൻ്റെ ലഹരിയിൽ ആക്രമിക്കാൻ ശ്രമിച്ചു തുടങ്ങിയത് കേരളത്തിൽ ഇതൊക്കെ നമുക്കിപ്പോൾ പുതിയ വളരെ നമസ്കാരം. സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 10-15 വർഷക്കാലമായി ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കരുണാസായി. അനേകായിരങ്ങളെ ഈ ലഹരി വിമുക്തം അല്ലെങ്കിൽ ആ ചികിത്സ നടത്തുന്നതോടൊപ്പം തന്നെ കേരളത്തിലെമ്പാടുമുള്ള സ്കൂളുകളിലും കോളേജുകളിലും ആദിവാസി മേഖലകളിലും കടന്നു ചെന്ന് ലഹരി വിരുദ്ധ പ്രവർത്തനം ഉൾപ്പെടെയുള്ള ആളുകൾ അറിയാൻ കരുണാസായി മറ്റൊരു കാര്യം കൂടെ ആഗ്രഹിക്കുന്നു. ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ചികിത്സയായി, ബോധവൽക്കരണമായി, കൗൺസിലിംഗായി മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം ഞങ്ങൾ മറ്റൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. പല സ്കൂളുകളിലും ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, പല സ്കൂളുകളിലും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അധ്യാപകർ സ്വകാര്യമായി ഞങ്ങളോട് പറയും, പ്രവർത്തകരൊക്കെ ഇവിടെ ഉണ്ട്, ഇവർക്കൊക്കെ വലിയ സന്തോഷമാണ്. തീർച്ചയായിട്ടും ഈ അവാർഡ് ഒരു വലിയ അവാർഡായി ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളമെമ്പാടുമുള്ള സ്കൂളുകളിലും കോളേജുകളിലും ഇനിയും അനവധി ലഹരി വിരുദ്ധ ക്ലബുകൾ, ലഹരി വിരുദ്ധ എക്സിബിഷൻ, ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുമായി മുന്നേറും എന്ന് ഈ സദസ്സിനെ സാക്ഷി നിർത്തി ഒരു പ്രതിജ്ഞയായി, ഒരു ലഹരി വിരുദ്ധ പ്രതിജ്ഞയായി എടുത്തുകൊണ്ട് എല്ലാ ഈ സഹകരണങ്ങൾക്കും ഈ അവാർഡിന് കരുണാസായി ഒന്നടങ്കം ശിരസ് നമിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ ഇവിടെ അവാർഡ് വിതരണം ചെയ്ത മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും സുഹൃത്തുക്കൾക്കും സഹോദരന്മാർക്കും എല്ലാ തരത്തിലുള്ള പ്രവർത്തകർക്കും ഈ ഞങ്ങളുടെ ഉത്തരത്തിൽ പങ്കാളികളാകുന്ന എല്ലാവരുടെയും സഹകരണം നിലനിർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നിവിടെ അവാർഡ് വാങ്ങാൻ എല്ലാവരുടെയും ഒന്നുകൂടി ഞാൻ എക്സൈസ് വകുപ്പിന്റെ പേരിൽ